മക്കളെത്ര മോശപ്പെട്ടവരാണേലും കടുത്ത മദ്യപാനിയാണേലും ഒരമ്മയ്ക്ക് അവരെ തള്ളിപ്പറയാനോ മാറ്റി നിർത്താനോ സാധിക്കുമോ? ഇങ്ങനെ കൊച്ചി വെണ്ണലയിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട മകനെ ചേർത്തു നിർത്തിയ ഒരമ്മയുണ്ടായിരുന്നു. അയാൾ കടുത്ത മദ്യപാനിയായിരുന്നിട്ടും ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയിട്ടും ആ വൃദ്ധമാതാവ് അവനെ ചേർത്തു നിർത്തി. പകരം ആ മകൻ അമ്മയ്ക്ക് കൊടുത്ത സമ്മാനം എന്താണെന്ന് കൂടി അറിയണ്ടേ? മരണശേഷം അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ വീട്ടുമുറ്റത്ത് കുഴിച്ചു മൂടാൻ ശ്രമിച്ചു. വെണ്ണല സ്വദേശിനി അല്ലിയുടെ മരണത്തിൽ ആദ്യം ചില ദുരൂഹതകളുണ്ടായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ഇതോടെ സംശയത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത മകൻ പ്രദീപിനെ പോലീസ് വിട്ടയക്കും. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. വെണ്ണലയിലെ വീട്ടുമുറ്റത്ത് പ്രദീപ് കുഴിമൂടുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പാലാരിവട്ടം പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ഇതിനിടെ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രമേഹ രോഗിയായ അമ്മ മരിച്ചതിനെ തുടർന്ന് താൻ മറവ് ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രദീപ് പോലീസിന് നൽകിയ മൊഴി. മൃതദേഹം എത്ര ദിവസം പഴക്കമുണ്ട്? ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. ഈ മകന്റെ മൊഴി എന്താണ്? അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞേക്കണം. ബോധമുണ്ടോ സാർ? ഇയാള് മദ്യപിച്ചിട്ടുണ്ടോ? ഈ സമയത്ത് നല്ല മദ്യലഹരിയിലാണ്. ടയർ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രദീപിന് ഭാര്യയും 2 മക്കളുമുണ്ട്. എന്നാൽ സംഭവ സമയത്ത് പ്രദീപും അമ്മ അല്ലിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പ്രദീപിനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് അല്ലിക്ക്. പ്രദീപ് സ്ഥിരം മദ്യപാനിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രദീപ് പൊതുവെ മാന്യനാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് അയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വളരെ വയലന്റ് ആവും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആദ്യം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അതെല്ലാവരും കൂടിയൊക്കെ ചർച്ച ചെയ്തൊക്കെ തീരുമാനമായിട്ട് പിന്നെ അത് അയാൾ നിർത്തിയിരുന്നു ചികിത്സിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. ഭാര്യ മൂത്ത മോനും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടുമ്പോഴും കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ. പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതക സാധ്യത തള്ളുകയാണ് പോലീസ്. കൊലപാതകമെന്ന് സംശയിപ്പിക്കുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായില്ലെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ വിശദമായ പരിശോധനാ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ നിഗമനത്തിലെത്തൂ. കസ്റ്റഡിയിലെടുത്ത പ്രദീപിനെ മോചിപ്പിക്കും. പിന്നീട് കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ മാത്രമാകും തുടർ നടപടി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് പ്രദീപ് മദ്യലഹരിയിലായിരുന്നു. അതിനാൽ ഇയാളുടെ മൊഴികളിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. വൈകിട്ടോടെയാണ് പോലീസ് കൊലപാതക സാധ്യത തള്ളിയത്. ന്യൂസ് 18 കൊച്ചി.